കഥ എടയാട്ടുപറമ്പിലെ കറുമ്പൻ കുറുമ്പൻ. എടയാട്ടുപറമ്പ് കുറെ കാലമായി പട്ടികളുടെ ആവാസ കേന്ദ്രമാണ്. പലതരം പ്രശ്നങ്ങളുമുണ്ടാക്കി അവരങ്ങനെ വിലസുകയാണ്. കപ്പേളക്കരികിലാണ് അവയുടെ കൂട്ടുകൂടൽ. കൂട്ടത്തിൽ കറുത്ത നിറത്തിലുള്ള ഒരു നായയുണ്ട്. അവനാണ് ഇവരുടെ നേതാവും ഏറ്റവും കുറുമ്പനും. കപ്പേളയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരിൽ അവനെ ഇഷ്ടപ്പെടാത്തവരെ നോക്കി മുരളും. സ്കൂൾ കുട്ടികൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അവരെ കുരച്ചു പേടിപ്പിക്കും. ഇരുചക്രവാഹനക്കാരുടെ പിറകെ പാഞ്ഞെത്തി അവരെ കുഴപ്പത്തിലാക്കും. മൃഗസ്നേഹികൾ ധാരാളമായി ഭക്ഷണം നൽകിയിരുന്നതിനാൽ കറുമ്പനും കൂട്ടരും നന്നായി തടിച്ചു കൊഴുത്തു. കപ്പേളക്കുള്ളിൽ ശല്യമായതോടെ ചുറ്റുമതിലുള്ള കപ്പേളക്ക് ഒരു കമ്പികേറ്റ് സ്ഥാപിച്ചു. ഭക്തർ തുറന്നു കയറുകയും തിരിച്ചിറങ്ങുമ്പോൾ അടച്ചിടുകയും ചെയ്തു. പട്ടികൾക്ക് ഇവിടെ വെച്ച് ഭക്ഷണം കൊടുക്കരുത് എന്നൊരു ബോർഡും തൂക്കി. കുടിയിറക്കപ്പെട്ട പട്ടികൾ റോഡരികിലെ മൂലയിൽ തമ്പടിച്ചു. ഇതോടെ കറുമ്പന്റെ ശല്യം ഒന്നുകൂടെ വർദ്ധിച്ചു. കുട്ടികൾ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടന്ന് ബസ് കയറി പോകേണ്ടിയും വന്നു. മുതിർന്നവർ അതുവഴിയുള്ള നടപ്പ് കുറച്ചു. എല്ലാവരും ഭയന്ന് പിന്മാറിയതോടെ കറുമ്പന്റെ ലീലകൾ യഥേഷ്ടം തുടർന്നു. ഒരു ദിവസം മണിയടി ശബ്ദം കേട്ടാണ് മയക്കത്തിലായിരുന്ന കറുമ്പൻ കണ്ണു തുറന്നത്. വലിയൊരു കാളയുമായി ഒരാൾ നടന്നു പോകുന്നതാണ് അവൻ കണ്ടത്. കാളയുടെ ഗമയോടെയുള്ള പോക്ക് കറുമ്പൻ അത്ര പിടിച്ചില്ല. അവൻ മുരളുകയും പിന്നെ പുറകെ ചെന്ന് കുരക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ കാള നടന്നു നീങ്ങി. അടവുകൾ വലിക്കാതായതോടെ ദേഷ്യം കയറിയ കറുമ്പൻ കാളയുടെ വാലിൽ കടിച്ചു. കടിയേറ്റതോടെ കാള പിൻകാൽ കൊണ്ട് കറുമ്പനെ ശക്തിയായി തൊഴിച്ചു. വായുവിൽ വട്ടം കറങ്ങി കുറെ ദൂരെയാണ് ചെന്ന് വീണത്. കുറച്ചു സമയം ബോധം നഷ്ടപ്പെട്ട അവൻ ബോധം തെളിഞ്ഞപ്പോൾ വേദന കൊണ്ട് മോങ്ങാൻ തുടങ്ങി. അതോടെ കറുമ്പൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. ഇനി കിട്ടുന്നതെന്തെങ്കിലും കഴിച്ച് തടി കേടാക്കാതെ എവിടെയെങ്കിലും ശാന്തമായി കഴിഞ്ഞുകൂടണം. അതോടെ എടയാട്ടുപറമ്പിൽ കറുമ്പന്റെയും കൂട്ടുകാരുടെയും ശല്യത്തിന് കുറവ് വന്നു.